Hello, friends. Let me introduce Dr. V. Narayanayar. He is working as HSST in Botany, BJSM Madathil Higher Secondary School, Tadava North, Karnapalli, Kollam. I cordially invite all of you to this online Plus 2 Botany Practicals Part 8. Once again, I welcome you all. കൈവല്യമേ കരളിൽ തെളിയും കിടാവിളക്കേ കാലങ്ങൾ തന്നിരും സാന്നിധ്യമേ പ്രണാമം പ്രണാമം പ്രണാമം. അക്ഷരജ്ഞാനത്തിൻ അകക്കാമ്പ് തേടിടും അജ്ഞരാം മക്കളെ അനുഗ്രഹിക്കണമേ. ഉണ്ടും ഉറങ്ങിയും സ്നേഹിച്ചും ആർപ്പിച്ചും ഉത്സവമാക്കണേ ജീവിതയാത്രകൾ. ഉത്സവമാക്കണേ ജീവിതയാത്രകൾ. കാലം നമിക്കുന്ന കൈവല്യമേ കരളിൽ തെളിയും കിടാവിളക്കേ. ഉയർന്നൊരു ചിന്തയും ഉയിരിന്റെ താളവും ഉന്നതനേ ദേവ തന്നിടണേ. ഉദ്യമം സർവവും ഉണർവാക്കിടണമേ. ജഗദീശനേ ദേവ പ്രണാമം. ജഗദീശനേ ദേവ പ്രണാമം. ജഗദീശനേ ദേവ പ്രണാമം. ഗുഡ് മോർണിംഗ്. ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 6 എന്നീ 2 മെറ്റീരിയലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി ക്വസ്റ്റ്യൻ നമ്പർ 5. കൺസ്ട്രക്ട് ദി ഫ്ലോറൽ ഫോർമുല ഓഫ് ദി ഗിവൺ ഫ്ലവർ ഇ. ഇവിടെ നമ്മൾ പ്ലസ് 1-ൽ ശരിക്കും 3 ഫാമിലിയാണ് പഠിച്ചത്: ഫേബേസിയെ, സോളനേസിയെ ആൻഡ് ലിലിയേസിയെ. ഈ പ്രാവശ്യം നമുക്ക് ലിലിയേസിയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ ഫേബേസിയെ ആൻഡ് സോളനേസിയെ എന്നീ 2 ഫാമിലി ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറൽ ഫോർമുലയാണ് എഴുതേണ്ടത്. സ്കോർ 1.5 സ്കോർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഫേബേസിയെ. ഫേബേസി ഈസ് കോമൺലി കാൾഡ് പി ഫാമിലി. അപ്പോൾ പയർ വർഗത്തിൽ വരുന്ന
ഏത് പ്ലാന്റിൻ്റെയും ഫ്ലവർ ഇവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്കൂളിൽ സാധാരണ വെക്കുന്നത് പയറിൻ്റെ പൂവ്, ഇല്ലെങ്കിൽ ശംഖുപുഷ്പം, അതുപോലെ തന്നെ ക്രോട്ടലേറിയ. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ പയറുവർഗ്ഗത്തിൽ വരുന്ന ചെടികളുടെ ഫ്ലവേഴ്സാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ ഫ്ലോറൽ ഫോമുലയാണ് എഴുതേണ്ടത്. ഫ്ലോറൽ ഫോമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഫ്ലോറൽ ഫോമുല? The symbolic representation of a flower is called floral formula. നമ്മൾ ഫ്ലവറിനെ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലവറിന്റെ ടെക്നിക്കൽ ടേംസ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ആ ഓരോ ടെക്നിക്കൽ ടേംസിനും അതിൻ്റെതായ സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് എ ഫ്ലവർ ഈസ് കാൾഡ് ഫ്ലോറൽ ഫോമുല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേബേസിയുടെ ഫ്ലോറൽ ഫോമുല നോക്കാം. സൈഗമോഫിക്, ബൈസെക്ഷുവൽ, calyx, sepals 5, gamosepalous, corolla, petals 5, 1+, 2+, 2 united, androecium, stamens 10, monadelphous. That is, filaments are united, anthers are free to form a single bundle. എന്നാൽ ചില പയർവർഗ്ഗത്തിലുള്ള ചെടികളിൽ 2 ബണ്ടിൽസ് ആയിരിക്കും, 9 യുണൈറ്റഡ് 1 ഫ്രീ ആയിരിക്കും. ഓക്കെ, അതിനെ ഡൈഅഡൽഫസ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ഗൈനീഷ്യം, മോണോകാർപ്പുലറി, പെരിഗൈനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഗമോഫിക് എന്താണ്? എ ഫ്ലവർ ക്യാൻ ബി കട്ട് ഇൻ ടു 2 equal half ത്രൂ ഓൺലി 1 പ്ലെയിൻ. അടുത്തത് ബൈസെക്ഷുവൽ. എന്താണ് ബൈസെക്ഷുവൽ? ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഓർ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇൻ ദി സെയിം ഫ്ലവർ. അടുത്തത് കാലിക്സ് 5, സെപ്പൽസ് 5, യുണൈറ്റഡ്, ഗാമോസെപ്പാലസ്. ഓക്കെ, അടുത്തതായി പെറ്റൽസ് 5, 1+, 2+, 2 യുണൈറ്റഡ്. അതായത് 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ്, 2 കീൽ പെറ്റൽസ് യുണൈറ്റഡ്. എസ്റ്റിവേഷൻ, വെക്സിലറി എസ്റ്റിവേഷൻ. ഓക്കെ, അത് ഈ പി ഫാമിലിയുടെ ഫ്ലവേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, ബട്ടർഫ്ലൈ ലൈക്ക് കൊറോള. അടുത്തത് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം 2 രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. 9 യുണൈറ്റഡ് +1 എന്ന് പറയുന്ന ഡൈഅഡൽഫസ് കണ്ടീഷൻ കാണുന്നുണ്ട്. 10 യുണൈറ്റഡ് എന്ന് പറയുന്ന സിംഗിൾ ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഗൈനീഷ്യം, only 1 carpel present and it is perigynous. Okay, that means possession of ovary is half inferior and half superior. Okay, അടുത്തത് സെക്കൻഡ് ഫാമിലിയാണ് സൊളനേസി. സൊളനേസിയുടെ ഫാമിലിയിൽ വരുന്ന പൂക്കൾ എന്ന് പറയുന്നത് ബ്രിഞ്ചോൾ വെക്കാം, ടൊമാറ്റോ വെക്കാം, അതുപോലെ തന്നെ ചില്ലി വെക്കാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ സ്കൂളിൽ വയ്ക്കുന്നത് ചുണ്ടയുടെ പൂവാണ്, സൊളാനം ടോർവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പൂക്കൾ ഓരോ സ്കൂളിലോ പരിസരത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അതായിരിക്കും വെക്കുന്നത്. കൺസേൺ ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. എന്തായാലും സൊളനേസിയ ഫാമിലിയിലെ ഫ്ലവേഴ്സാണ് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിയിട്ട് എഴുതേണ്ട ഫോമുല ഇതാണ്: എക്നോമോഫിക്, ബൈസെക്ഷുവൽ, കാലിക്സ്, സെപ്പൽസ് 5, ഗാമോസെപ്പാലസ്, കൊറോള, പെറ്റൽസ് 5, ഗാമോപെറ്റാലസ്, ആൻഡ്രീഷ്യം, stamens 5, polyandrous, and epipetalous 2. Okay, epipetalous and gynoecium, bicarpellary, syncarpus, hypogynous. Okay, അപ്പോൾ ഇവിടെ ആദ്യം actinomorphic. എന്താണ് actinomorphic? A flower can be cut into 2 equal half through any vertical plane. Okay, അതാണ് ഈ സിമ്പലിന്റെ പ്രത്യേകത. അടുത്തത് ബൈസെക്ഷുവൽ, ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം സീൻ ഇൻ ദി സെയിം ഫ്ലവർ. അടുത്തത് കാലിക്സ്, സെപ്പൽസ് 5, ഗാമോസെപ്പാലസ്, സെപ്പൽസ് യുണൈറ്റഡ് ആണ്. ഓക്കെ, അടുത്തത് കൊറോള, പെറ്റൽസ് 5, ഗാമോപെറ്റാലസ്, പെറ്റൽസും യുണൈറ്റഡ് ആണ്. ഓൾസോ അടുത്തത് ആൻഡ്രീഷ്യം, സ്റ്റേമൻസ് 5, എപ്പിപെറ്റാലസ്. അതിന്റെ മീനിങ് എന്താണ്? അതാണ് ആ സിമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു ആർച്ച് പോലെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? The stamens arise from above the petal. Okay. അതുപോലെ തന്നെ stamens 5 free. That means polyandrous. അതിന്റെ മീനിങ് എന്താണ്? 5 stamens are there and all the 5 stamens are completely free. Okay. And next gynoecium, bicarpellary, syncarpus, hypogynous. എന്താണ് bicarpellary? 2 carpels present and these 2 carpels united. Okay, and the ovary is superior.
ദറ്റ് ഈസ് ദ ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. ഓക്കെ, അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ഫ്ലോറൽ ഫോർമുല ഇതാ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, യു ക്യാൻ ഗെറ്റ് 1.5 സ്കോർ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഫേബേസിയയിലെ ഈ ഫ്ലവർ വെക്കുകയാണെങ്കിൽ എഴുതേണ്ട ഫ്ലോറൽ ഫോർമുല ഇതാണ്. അതുപോലെ സൊളനേസിയയിലെ ഈ ഫ്ലവർ വെക്കുകയാണെങ്കിൽ എഴുതേണ്ട ഫ്ലോറൽ ഫോർമുല ഇതാണ്. കണ്ടല്ലോ, ഈ രണ്ടിൽ നിന്നും ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന മെറ്റീരിയൽ ഇ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. 1.5 മാർക്കാണ്. ഒരു സിമ്പിൾ പോലും തെറ്റിക്കാതെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ സൈഗമോർഫിക് സിമ്പിളിന് പകരം പെർസെൻറ്റേജ് സിമ്പിളും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ഇതുപോലെ അങ്ങ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് 1.5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഇ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 6ലേക്ക് പോകാം. റൈറ്റ് ഡൗൺ ദി ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഓഫ് ദി സ്പെസിമെൻ എഫ്. ഇവിടെ സ്കോർസ് 2 ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻട്രാക്ഷൻ 1 സ്കോർ, ഡിസ്ക്രിപ്ഷൻ 1 സ്കോർ. ഇങ്ങനെയാണ് 2 സ്കോർസ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് വൺ ലൈക്കൺ. ഇപ്പോൾ ലൈക്കൺ ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? മ്യൂച്വലിസം, പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ദി പാർട്ട്നേഴ്സ് ആർ മ്യൂച്വലി ബെനിഫിറ്റഡ്. ഓക്കെ, ഇനി വാൻഡയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? കോമൻസാലിസം, പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ പാർട്ണർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ പാർട്ണർ ഈസ് നൈദർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്. ഓക്കെ, ഇനി തേർഡ് വൺ കസ്ക്യൂട്ടയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പാരസൈറ്റിസം, നെഗറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ പാർട്ണർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ പാർട്ണർ ഈസ് ഹാംഡ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ ലൊറാന്തസ് ആണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പാരസൈറ്റിസം, നെഗറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ പാർട്ണർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ പാർട്ണർ ഈസ് ഹാംഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 മെറ്റീരിയൽ എഫ് മനസ്സിലായല്ലോ. ഇവിടെ വെക്കാവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ലൈക്കൺ, വാൻഡ, കസ്ക്യൂട്ട, ലൊറാന്തസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 5 and 6 ക്ലിയർ ആയല്ലോ. അതായത് മെറ്റീരിയൽ ഇ ആൻഡ് മെറ്റീരിയൽ എഫ്. ഓക്കെ, മെറ്റീരിയൽ ഇ 1.5 മാർക്ക്, മെറ്റീരിയൽ എഫ് 2 മാർക്ക്. ഓക്കെ, ഇനി തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലൂടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഓൺലൈൻ ബോട്ടണി പ്രാക്ടിക്കൽ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. Students, I hope you have enjoyed this online +2 botany class. So we'll meet soon with another interesting topic on the very next class. Till then, goodbye.